കാക്കോ ഇന്നെന്താ ഉണ്ടാക്കാൻ പോണേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ ആണ്. അതായത് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ടേസ്റ്റിലുള്ള പെപ്പർ ചിക്കൻ. ഓക്കെ. അപ്പോൾ ഇത് അതിലേക്കുള്ള ഐറ്റംസ് ഒക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കട്ട് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 10-12 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതല്ല ഇട്ട് കൊടുക്കുന്നത്, ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നമ്മളിവിടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു വലിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വലിയ ഉള്ളി അത്യാവശ്യം ഒന്ന് വാട്ടിയെടുക്കുക. ഉള്ളി നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മസാലയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ 2 ഇല്ലി കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. 1 തക്കാളിയും കൂടിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല, നമ്മളിവിടെ ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടിയും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ക്യാപ്സിക്കനും തക്കാളിയും അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാല ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാലപ്പൊടികൾ എണ്ണയിൽ കിടന്നിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയ ജീരകം ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിക്കനുസരിച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല പുളി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ചിക്കനും മസാലയും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ മസാലയിലേക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചിക്കനിലേക്കുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് നമ്മളൊരു 10-15 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് ക്രഷ് ചെയ്തത് കുറച്ചും കൂടിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചപ്പാത്തി അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും.